ശരിക്കും ഈ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് ഞാൻ രാവിലെ ഒരു ടീച്ചറോട് സംസാരിക്കുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചറാണ് പറഞ്ഞത് കൂടെവിടെ കണ്ട് ക്രഷായതാണ് ആ മനുഷ്യനോട്, കൊല്ലുന്ന ചിരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കഥയാണ്. അതെ അതെ, അത് കഴിഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു. അത് രസമുള്ള ഇൻഫോർമേഷൻ ആയിരുന്നു. സത്യത്തിൽ ആ പെൺകുട്ടി സാറിന്റെ കൂടെ പഠിച്ച, അതായത് ബാച്ച്മേറ്റ് ആയ ആളുടെ മകളാണ്. ബാച്ച്മേറ്റ് ആയ MES കോളേജിൽ ബാച്ച്മേറ്റ് ആയിരുന്ന ഒരു കുട്ടിയുടെ മകളാണ് ഈ കോളേജ് ലെക്ചറർ. അയാളാണ് ഈ കൂടെവിടെ കണ്ടിട്ട് ക്രഷ് ആയത്. ആലോചിച്ച് നോക്കൂ, തലമുറ വ്യത്യാസത്തിലും ആ ക്രഷ് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ. അതായത് നമ്മൾ ഒരു മധുരക്കിനാവിൻ ലഹരിയിലേതോ കുടമുല്ല പൂവിരിഞ്ഞു എന്ന് പറഞ്ഞ പാട്ട്, അതിൻ്റെ ഫ്രണ്ടിൽ ശ്യാം സാറിൻ്റെ ശരിക്കും കുറച്ചൊരു മ്യൂസിക് ഉണ്ട്. അവിടെയാണ് ശോഭനയുടെയും റഹ്മാൻ സാറിൻ്റെയും ഡാൻസ് ഉള്ളത്. അന്നത്തെ കാലഘട്ടത്തിൽ അത് തരംഗമായിരുന്നു. പിന്നീട് ഒരു ഡാൻസിങ്ങിന് ഒരു മൈൽ സ്റ്റോൺ പോലെ നമ്മൾ കരുതിയതാണ് മലയാള സിനിമയിൽ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരുപാട് പാട്ടുകൾ കിട്ടുമ്പോഴും ഇപ്പോഴും ആ പാട്ട് പലരുടെയും പ്ലേ ലിസ്റ്റിലുണ്ട്. ഈ ശരിക്കും അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നു? അന്നൊക്കെ ചെയ്തു വെച്ച കുറെ വർക്കുകളുണ്ട്. അത് ചില സമയത്ത് അത് എനിക്ക് പാടെ മാറുന്നുണ്ട്. ഇപ്പം ഞാൻ വലിയ മറ്റേ ഈ സ്റ്റാർ നൈറ്റിനൊക്കെ അമേരിക്കയിലോ ദുബായിലൊക്കെ പോകുമ്പോൾ 40 വർഷം കഴിഞ്ഞാലും എന്നെ കൊണ്ട് ആ പാട്ട് പാടിപ്പിക്കുകയും മാത്രമല്ല എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അവിടെ എനിക്ക് വയസ്സെത്ത 30 ഇനി അത് അങ്ങനെ ഡാൻസ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ അത് അന്ന് സംഭവിച്ച അന്ന് പ്രായം അത്രയായിരുന്നു. പക്ഷെ ലെജൻസിന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്തിരി പൂവേ ചുവന്ന പൂവേ പോലെ പടങ്ങൾ. എനിക്ക് രസകരമായി ഇന്നത്തെ കാലഘട്ടത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പടം ഉണ്ടായിരുന്നു, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ. അത് പുതിയ തോട്ടാണ്, സിദ്ദിഖ് ലാലിന്റെ ഒരു നല്ല ഫസ്റ്റ്. അതെ, സത്യനന്ദിക്കാട് സാർ അത് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നല്ല ഇന്ന് നമുക്ക് സംസാരിക്കാൻ തോന്നുന്ന ചില ചിത്രങ്ങളാണ് അതൊക്കെ. ഇടയ്ക്കൊക്കെ റീവിസിറ്റ് ചെയ്യുമോ ഈ പടങ്ങളൊക്കെ? ചില സിനിമകള് എൻ്റെ രണ്ടാം മോള് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, സെക്കൻഡ് ഡോട്ടർ. അപ്പൊ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ ഒരു ഫ്രീ ടൈമില് TV-ൽ ഞാൻ ഈ പടം എവിടെയെങ്കിലൊക്കെ ഒപ്പിച്ച് അത് ഇട്ടുകൊടുക്കും കാണാൻ വേണ്ടി. അങ്ങനെ ചെയ്യാറ്. അങ്ങനെ വന്ന 1-2 സിനിമകളാണ് ഇതൊക്കെ. ചിലമ്പില് ഭരതൻ സാറ് തന്നെ എഴുതിയ താരും തളിരും മിഴിപൂട്ടി, ഔസേപ്പച്ചൻ സാറിന്റെയാണ്. അത് ഞങ്ങൾ ഇപ്പോഴും പാടുന്ന ആവർത്തിക്കുന്ന പാട്ടുകളോ ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഷോസിലും ഉൾപ്പെടുത്തുന്ന ഒരു പാട്ടാണ്. അതില് ഭയങ്കര രസമുള്ള വരികളൊക്കെ. പാടുന്ന സന്ധ്യയ്ക്ക് ഞാനൊരു പട്ടുഞ്ഞോറിയിട്ട കോമരമായി തുള്ളിയുറഞ്ഞു ഞാൻ തനന 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 കാവാകെ തീണ്ടുമ്പോൾ തുള്ളിയുറഞ്ഞു ഞാൻ കാവാകെ തീണ്ടുമ്പോൾ മഞ്ഞ പ്രസാദത്തിലാറാട്ട് വരൂ കന്യകെ നീ കൂടെ പോ. അടിപൊളി. ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയി. 80കളിൽ ഭയങ്കര രസമായിട്ടുള്ള ഒരുപാട് പടങ്ങൾ വരുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന് പറയുന്നത്. കാരണം അത്തരത്തിലുള്ള പടങ്ങൾക്കൊരു അനുകൂല കാലാവസ്ഥയും കൂടെ ആയിരുന്നു ആ സമയത്ത്. ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ ഉൾച്ചേരുന്ന പടങ്ങളൊക്കെ അന്ന് കൂടുതൽ വന്നുകൊണ്ടിരുന്നു. ഇത്തരം പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ലെജൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമതൊരു തോട്ടില്ലാതെ തന്നെ നമുക്ക് പോയിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു. അപ്പം അന്ന് എങ്ങനെയായിരുന്നു പ്രോസസ്സ്, കഥ കേൾക്കുന്ന പ്രോസസ്സൊക്കെ? ഇന്ന് കുറച്ചുകൂടെയൊക്കെ നമ്മൾ കേട്ട് നോക്കില്ലേ? അന്ന് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ഇല്ല, അന്ന് പിന്നെ നമുക്ക് അങ്ങനെ അത്ര സ്വാതന്ത്ര്യമൊന്നും ഇല്ലായിരുന്നു കഥ കേൾക്കാനോ സ്ക്രിപ്റ്റ് വായിക്കാനൊക്കെ. അഫ്കോഴ്സ് കഥ പറയും, അതൊരു ചെറിയൊരു ഒരു 10 ലൈനിൽ ഇങ്ങനെ പറയും. അന്നൊക്കെ നമ്മളൊരു ഡയറക്ടറിനെ വിശ്വസിച്ചിട്ടാണ് കയറുന്നത്. ഇപ്പം ഭരതേട്ടനെ പോലെ അല്ലെങ്കിൽ പപ്പേട്ടനെ പോലെ പത്മനാഭ സാറെ പോലെ അല്ലെങ്കിൽ IV ശശി ഇവരൊക്കെ വിളിച്ചാൽ ഞങ്ങൾ ഓടിയെത്തും അവിടെ സിനിമ ചെയ്യാൻ വേണ്ടി. പിന്നെ അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, ഒരു ഫോൺ മറ്റേ ഫോണാണല്ലോ, ലാൻഡ് ഫോണിൽ വിളിക്കുക, ഇതാണ് കഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്തും. പക്ഷെ ഇന്നത്തെ പോലെ ഈ ഓരോ കഥയ്ക്കും ഇത് നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് സ്ക്രീൻ പ്ലേ വായിച്ച് ഇതൊക്കെ വായിച്ചതിന് ശേഷമാണ് തീരുമാനം. അന്ന് അങ്ങനെയല്ലായിരുന്നു. പിന്നെ അന്നത്തെ സിനിമകൾ ഈ 1 man ഷോ കളികളൊന്നും ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും ഉണ്ട്. ഇപ്പൊ ഞാനും മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ എത്രയോ പടങ്ങൾ നമ്മൾ ഒരുമിച്ച് ഉൾപ്പെടെ നമ്മുടെ ക്യാരക്ടർ ചെയ്തങ്ങ് പോകും. ഇപ്പൊ കണ്ട് അറിഞ്ഞു. അതിൽ എത്ര നമ്മള് ഒരിക്കലും അത് ഭയങ്കര വിജയമായിരുന്നു ആ സിനിമ. അത് ഒരു 3 പേര് 3 ക്യാരക്ടേഴ്സ് അല്ലേ ചെയ്യുന്നത്. അതിൽ അവിടെ ഇയാൾക്ക് കൂടിപ്പോയും എനിക്ക് ഫൈറ്റില്ല എന്നൊന്നും ഇല്ല. പിന്നെ അന്നത്തെ സിനിമകൾ അങ്ങനെയായിരുന്നു, കഥകൾ അങ്ങനെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പോ 1 man ഷോ കളികളാണ് അധികം വരുന്നത്. ഈ പടത്തിൽ 1 man ഷോ കളിയല്ല. ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ 4 പേരും അല്ല, ഞങ്ങൾ 5 പേരും അല്ല. ഇതിൽ വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാം ബാഡ് ബോയ്സ് ആണ്. ഈ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളെ കുറിച്ച് പറയുമ്പോൾ കാണാൻ ആഗ്രഹം ഇല്ലാത്തൊരു പടമാണ് പത്മനാഭൻ സാറിന്റെ 3-ാം പക്കം.
രണ്ടാമതൊരു വട്ടം കൂടി കാണാൻ ഭയങ്കര പാടാണത്. അതെ, ഞാൻ രണ്ടാമതൊരു വട്ടം കാണാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ആ പടത്തിന്റെ ഫീല് ഇതുവരെയും മാറിയിട്ടില്ല. അതിന്റെ ഏതെങ്കിലുമൊക്കെ സീന് ടെലിവിഷനിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ എന്താണോ പടം ഫുള്ള് കണ്ടത് ആ ഫീലാണ് ആ ഒറ്റ സീൻ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്. അതൊരു വലിയൊരു മാർക്കബിൾ പടമല്ലേ, അതിനെക്കുറിച്ച് ഓർക്കാമോ? അതൊരു മൈൽ സ്റ്റോൺ സിനിമയല്ലേ. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ആ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ. പക്ഷെ അതിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എലാബറേറ്റ് ആയിട്ട് പറയണം. നമുക്ക് ഒരുപാട് ലൈഫ് എൻഡേഞ്ചർമെന്റ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കടലിൽ വെച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ നമ്മൾ സെറ്റ് ഇട്ട് കാര്യം, ആ സെറ്റ് പിറ്റേ ഒടഞ്ഞു പോയി കടലിലെ തിര കാരണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സെന്തിൽ ശരിക്കും ഇതിലെ ക്യാരക്ടർ എന്താ? സെന്തിലിന്റെ ക്യാരക്ടർ എന്താ? കൂട്ടത്തിലുള്ള ബാഡ് ബോയ്സ് ഞങ്ങള് 4 പേരാണ് പ്രധാനപ്പെട്ട ബാഡ് ബോയ്സ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ്. ഞങ്ങളുടെ സീനിയർ ക്ലാസ്മേറ്റ്. ശരിക്കും ഇതും ക്ലാസ്മേറ്റ്സ്. ഗ്ലാസ് അല്ല ക്ലാസ്. ഞങ്ങള് കുട്ടിക്കാലം മുതലേ ആൻഡപ്പേട്ടന്റെ കൂടെ കൂടിയ ആൾക്കാരാണ്. ഇതാണ് ആൻഡപ്പേട്ടൻ. ഞങ്ങള് 4 പേര് ആണ് പ്രധാനപ്പെട്ട ബാഡ് ബോയ്സ്. അത് ആൻഡപ്പൻ, ചക്കര, സിൻഡപ്പൻ എന്ന് പറഞ്ഞ ബിബിൻ ജോർജ് ചെയ്യുന്ന ക്യാരക്ടർ. എന്റേത് അലോഷൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. എന്റെയാണ് എനിക്ക് തോന്നുന്നത് ഈ 4 പേരില് ഏറ്റവും അലമ്പനായിട്ടുള്ള ബാഡ് ബോയ്. ഏറ്റവും ബാഡ് ബോയ്. അതെ, എന്തെവിടെ പറയണമെന്ന് അറിയാണ്ട് എന്തും വിളിച്ച് പറയുന്ന ഒരു എന്താ പറയാ, വളരെ താന്തോന്നിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്നാൽ ആൻഡപ്പേട്ടന്റെ കൂടെ എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കലിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കലിപ്പ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഒമർ ലുലു സിനിമകൾക്ക് സത്യത്തിൽ കോമഡിയെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ റഹ്മാൻ സാറിനെ പോലെ വളരെ ക്ലീൻ ഇമേജ് ഉള്ള ഒരു ക്യാരക്ടേഴ്സ് ചെയ്തു വന്ന ഒരാൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ കഥകൾ കേൾക്കുമ്പം ഇഷ്ടപ്പെട്ടു ഒക്കെ ചെയ്ത് ഓക്കെയാണ്. പക്ഷെ എന്നാൽ ഇതിലേക്ക് ഈ ക്യാരക്ടറായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എൻ്റെ ബോഡി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഓഡിയൻസിന്റെ മൈൻഡിലുള്ളത്, അതിനെങ്ങനെ ഒടിച്ച് ഞാൻ ഈ ക്യാരക്ടറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നുള്ള എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് ഉറപ്പും ഒരു ബിലീഫ് വിശ്വാസം തന്നത് ഒമർ ആണ്. ഒമർ പറഞ്ഞു നമുക്കിത് ചെയ്യാം, നമുക്ക് നോക്കാം, അതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞാണ് എന്നെ സെറ്റിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഷീലയുടെ ഹസ്ബൻഡ് പറഞ്ഞു, പുള്ളിയും പറഞ്ഞു നമുക്കിത് ഗംഭീരമാക്കാം, ഓണത്തിന് റിലീസ് ചെയ്യാം, നല്ലൊരു സിനിമയായിരിക്കും ഇത്, കോമഡിയും ഹ്യൂമറൊക്കെ. പിന്നെ എൻ്റെ കരിയറിൽ ഞാൻ ഇങ്ങനെ ഒരു ജോണർ ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. സോ എനിക്കിത് ഡബിൾ ചാലഞ്ചാണ്. ഒരിക്കലെങ്കിലും എനിക്കിത് എല്ലാം കൊണ്ടും ഡിഫറെന്റ് ആണ്. നിങ്ങൾ രണ്ടുപേരെയും ചൂണ്ടിയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് പ്രൊഡ്യൂസർ വെറുതെ വിട്ടു. കോമഡി ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. സീരിയസ് കഥാപാത്രങ്ങൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇത് അത്ര എളുപ്പമല്ല. എനിക്കറിയാം, ഞാൻ ചെറുപ്പത്തിൽ അമ്പിളിച്ചാറ്റിനോ ഇന്നസെന്റ് സാറൊക്കെ ഇവരെൻ്റെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ ഒക്കെ അവരുടെ ടൈമിങ്, അവരുടെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ അന്തമിട്ട് നോക്കിയിട്ടുണ്ട്. എങ്ങനെ ഇവരത് ചെയ്യുന്നത്. കാരണം ഇവരുടെ ഫേസ് സീരിയസ് ആയിരിക്കും, പക്ഷെ നമ്മളത് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ചിരിക്കും, പിന്നെ ഭയങ്കര തമാശയായിരിക്കും. പക്ഷെ ആ ടൈമിങ്ങിലാണ് ഇരിക്കുന്നത് എല്ലാ കാര്യവും. കോമഡി, ഹ്യൂമർ എന്ന് പറയുന്ന സംഭവം. സോ ഇതൊക്കെ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട്. സോ അതൊക്കെ ഈ പടത്തിലുണ്ട്. പിന്നെ എൻ്റെ ഉള്ളിൽ ചെറിയൊരു എന്താ പറയുക, ഒരു കോമഡിയൻ ഉണ്ട്. അത് ഞാൻ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളവരുടെ മുമ്പിൽ ഞാൻ വളരെ ഈ കാണുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന റഹ്മാൻ അല്ല ഞാൻ ഇവരുടെ കൂടെ, ടോട്ടലി ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ. സോ അത് എനിക്ക് ചെറിയൊരു ഹെൽപ്പായിരുന്നു, തമാശകളൊക്കെ പറയാൻ. ആൻഡ് യാ, സോ അങ്ങനെയാണ് എനിക്കൊരു ഭയങ്കര, കാരണം വെച്ചാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു യൂണിഫോം എടുത്ത് മാറ്റി വെക്കുന്നതല്ല ഇത്. ഇത് ഫിസിക്കലി ഞാൻ മാറണം, പിന്നെ മെന്റലി ഞാൻ മാറണം, പിന്നെ ഒരു ബോഡി ലാംഗ്വേജ് ഒന്നുണ്ട്, അതിലേക്ക് ഞാൻ പോകണം. അത് എത്ര നമുക്ക് നാച്ചുറൽ ആക്കാൻ പറ്റുന്നു ആക്കണം. കാരണം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. സോ അതൊക്കെ അത് ആരും അറിയാത്ത രീതിയിൽ അങ്ങ് കൊണ്ടുപോകണം. ഒരു എനിക്ക് പറയാൻ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ലെജൻസിന്റെയൊക്കെ സിനിമയുടെ ഭാഗമാകുമ്പോഴും ഒടുവിൽ രാജമാണിക്യത്തിന്റെയും ഭാഗമായിരുന്നു. അത് അത്തരത്തിലൊരു കോമഡി ജനറേറ്റ് ചെയ്ത് ഭയങ്കര രസമുള്ള സിനിമയാണ്. അത് മമ്മൂക്ക മാത്രമാണ് കുറച്ച് ഹ്യൂമർ ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാവരും അല്ലാത്ത ക്യാരക്ടേഴ്സ് ആയിരുന്നു. ആ സിറ്റുവേഷനാണ് കോമഡി ഉണ്ടായത്. ഈ കുറച്ച് കാലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാറുണ്ട്. തമിഴിലും തെലുങ്കിലും ഒക്കെ ആക്റ്റീവ് ആകുമ്പോൾ മലയാളത്തിന് അധികം കിട്ടാറില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ടെങ്കിലും ബ്ലാക്കിൽ തിരിച്ചു വന്നപ്പോൾ അത്തരം ഒരു സിനിമയുടെ ഭാഗമായപ്പോൾ ഈ ഒരു വേറൊരു പവർഫുൾ ക്യാരക്ടറിനെ ഇങ്ങനെ കിട്ടില്ലേ. ട്രാഫിക്കിൽ വന്നിട്ട് അങ്ങനെ ഒരു സ്പേസിൽ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോഴൊക്കെ രസമില്ലേ. ആ പടങ്ങളൊക്കെ ശരിക്കും മലയാളത്തിൽ വീണ്ടും ഒരു റഹ്മാൻ ഒക്കെ ഒന്ന് നിങ്ങൾ ആലോചിക്കണം. എന്റെ ക്യാരക്ടേഴ്സ് വിജയിക്കാൻ കാരണം എനിക്ക് തന്ന സ്പേസ് ഡയറക്ടേഴ്സോ ഇത് ആ സ്ക്രിപ്റ്റ് സ്റ്റോറി വായിക്കുക, ഞാൻ എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇത് എനിക്ക് വർക്ക്ഔട്ട് ആവോ ഇല്ല എന്നുള്ളത്. ഇത്രയും ചെറുതാണെങ്കിലും ഞാനത് നോക്കും, പഠിക്കും.
എന്നിട്ട് വന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. ഈ മലയാളത്തില് ലെജൻസ് ഇങ്ങനെ തൂവോട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരല്പം ഷിഫ്റ്റ് ചെയ്തിട്ട് അപ്പുറത്തേക്കൊക്കെ പോകുന്നത്. 90-കൾ ഏർലി 90-കളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അങ്ങോട്ട് തുടർന്നില്ല. അതെന്തായിരുന്നു ഇങ്ങോട്ട് ഇവിടെ മലയാളത്തിൽ? ഞാനൊരു തമിഴ് പടം ചെയ്യാൻ പോയതാണ്. ഒരുപാട് കമ്പൾഷന് ശേഷം എനിക്കതിന് മുന്നേ 1-2 ഓഫറുകൾ വന്നിട്ടും എനിക്ക് ഭാഷാ പ്രശ്നം മറ്റു പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയുണ്ട്. പിന്നെ സമയത്താണ് സാജൻ, പ്രൊഡ്യൂസർ സാജൻ, ലൂസിയ ഫിലിംസ്, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഇപ്പോൾ ഇല്ല നിലവിൽ, അവർ എന്നെ കൊണ്ട് ഒരു പടം ചെയ്യാൻ വേണ്ടി. കാരണം ലൂസിയ ഈ സാജന് 1-2 സിനിമകൾ മലയാളം ചെയ്യാൻ ഇരുന്ന സിനിമകൾക്കൊക്കെ അഡ്വാൻസ് തന്നിട്ട് ഞാൻ പടം ചെയ്തിട്ടില്ല. കാരണം ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു തമിഴ് പടം എൻ്റെ കൂടെ ചെയ്യുമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാൻ പോയത്. ആ പടത്തിൽ നദിയ മൊയ്തു ആൻഡ് ഫാസിലായിരുന്നു ഡയറക്ടർ. എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ ഫാസിൽ മാറി. പിന്നെ എസ് എ ചന്ദ്രശേഖർ. ആ പടം വിജയിച്ചു. പിന്നെ സ്വാഭാവികമായിട്ട് നാച്ചുറലി സിനിമകൾ ഇങ്ങനെ വരും. പിന്നെ എനിക്ക് അവിടുത്തെ കംഫേർട്ട് ഇഷ്ടപ്പെട്ടു. മീൻസ് അവിടുത്തെ പാറ്റേൺ ഓഫ് മേക്കിംഗ്. പിന്നെ അവിടെ ബിസിയായി, തിരക്കായി. പിന്നെ അവിടെ തന്നെ അങ്ങ് കണ്ടിന്യൂ ആയി. കാരണം പിന്നെ അവരുടെ എന്താ പറയുക ഷെഡ്യൂളിങ്, പ്ലാനിങ്. ഇപ്പോൾ ഓരോ പടം എന്നെ ഒരു 6 മാസത്തിന് മുമ്പോ അല്ലെങ്കിൽ 1 വർഷത്തിന് മുമ്പേ ആയിരിക്കും ഡേറ്റ് ബ്ലോക്ക് ചെയ്യുന്നത്, അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഫുള്ളാണ്, ഫുൾ ഇയർ സെക്കൻഡ് ഇയർ. മലയാളത്തിൽ പറയുമ്പോൾ അടുത്ത ആഴ്ചക്കോ അല്ലെങ്കിൽ അടുത്ത മാസത്തേക്കായിരിക്കും എനിക്ക് ഡേറ്റ് ആവശ്യപ്പെടുന്നത്. സോ അതെനിക്ക് കൊടുക്കാൻ പറ്റാണ്ട് ഒരു ഘട്ടമായിരുന്നു. പിന്നെ അങ്ങനെ മറന്നു. പിന്നെ എന്താ കാലം മാറി, ന്യൂ ജനറേഷൻ വന്നു. അന്നുണ്ടായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വലിയ ഡയറക്ടേഴ്സായി മാറി. സോ ടോട്ടലി ഒരു ഡിഫറെന്റ് ഫേസ് വന്നു. പക്ഷേ ആ സമയത്തുള്ള വർക്കുകളൊക്കെ ഇപ്പോഴും യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. പിന്നെ പാട്ടുകൾ, ഇപ്പോൾ രവീന്ദ്രൻ മാഷിന്റെ അസാധ്യമായ പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഹൃദയം ഒരു വീണയായി, തമ്മിൽ തമ്മിലില്ല. അതിലൊരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ആ പാട്ടുകളൊക്കെ ഇത്തിരി നാണമൊക്കെ എല്ലാ കല്യാണ ആൽബങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാട്ടാണ്. ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ കുങ്കുമമേകുമ്പോൾ, മംഗളഗന്ധം ആണിൻ കരളിനെ ഇക്കിളിയൂട്ടുമ്പോ, ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി. ശീല, ശരിക്കും റഹ്മാൻ സാറിനെ ഓർക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ആ മനുഷ്യനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് പല പടങ്ങളിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബ്ലാക്ക് മുതൽ ഇങ്ങോട്ട് നമ്മൾ വേറൊരു തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പവർഫുള്ളാണ്. ഇതിൽ ഉപയോഗിക്കുമ്പോൾ വേറൊരു ജോണറിലാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ തോട്ട് ഡയറക്ടർ കൺവിൻസ്ഡ് ആയിട്ടാണോ പറഞ്ഞത്? എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഭയങ്കര കൺവിൻസ്ഡ് ആയിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഇത് റഹ്മാനിക്ക തന്നെ ഈ ക്യാരക്ടർ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഞങ്ങളിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഈക്കനെ ഇഷ്ടമുള്ള ഒരു ആൾക്കാരാണ്. അപ്പം തീർച്ചയായിട്ടും പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ അവിടെ ചിന്തിക്കേണ്ടതായിട്ടില്ലല്ലോ. പിന്നെ ഹ്യൂമർ ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ എന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊന്നും നമ്മൾ എന്തിനാണ് ബോധറാവുന്നുണ്ട്? ഇദ്ദേഹം ഇത്രയും സീനിയറാണ്, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. അത് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ അത് നമ്മുടെ ഒരു ഏരിയയേ അല്ല. അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്യുമോ എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഒരു ചിന്ത എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആസ് എ പ്രൊഡ്യൂസർ അല്ലേ, എൻ്റെ ഹസ്ബൻഡ് അത് ചിന്തിക്കേണ്ട മാറ്റർ അല്ല. അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ. അത് അദ്ദേഹം ആ സിനിമയ്ക്ക് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഏരിയ അല്ലല്ലോ ചിന്തിക്കേണ്ടത്. അപ്പം അദ്ദേഹം എഗ്രി ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും പ്ലസ് പോയിന്റ്. അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ചിന്ത പോയിട്ടില്ല. ഈ ഷീലു ചെയ്ത വേഷങ്ങളിൽ പോലീസ് വേഷം ചെയ്ത പുതിയ നിയമം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഷീ ടാക്സി ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പുതിയ നിയമത്തിലെ ക്യാരക്ടർ പോലീസ് IPS, അതിന് അത്തരത്തിലുള്ള ചില ക്യാരക്ടേഴ്സിന് യൂണിഫോമിന്റെ ഒരു ബലവും കൂടെ കിട്ടും. എങ്ങനെയായിരുന്നു ആ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ തരത്തിലുള്ള ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു? പുതിയ നിയമം ആദ്യം ചെയ്ത പോലീസ് ക്യാരക്ടറാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ആദ്യം എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു പോലീസ് ക്യാരക്ടർ, അത് മമ്മൂക്കയുടെ ഒരു സിനിമ നയൻതാര, അതില് ഈക്വലി ഇങ്ങനെ അവരെ എന്താ പറയുക കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ക്യാരക്ടർ അവിടെ ഇല്ലെങ്കിൽ സിനിമ ഇല്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. അപ്പോൾ എന്നിലേക്ക് ആ ഒരു സിനിമ AK സാജൻ എന്നെ വന്ന് കണ്ടു, എൻ്റെ ഫിസിക്കൊക്കെ കണ്ടു. അപ്പോൾ യൂണിഫോമിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹത്തിന് എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. മമ്മൂക്കയ്ക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ചെയ്യുമോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ ബിഗിനിങ് ആണല്ലോ. പക്ഷേ യൂണിഫോം ഇട്ടു. ഞാൻ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ യൂണിഫോം ഇട്ട ആ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് എനിക്കത് പറ്റി എന്നുള്ളതാണ്. അതിനകത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ വന്ന, ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അതാണ്. അതിനുശേഷമാണ് വീണ്ടും പുത്തൻപണത്തിൽ രഞ്ജിത്ത് സാറ് വീണ്ടും എനിക്ക് പോലീസ് ക്യാരക്ടർ തരുന്നു. വീണ്ടും ഞാൻ റോജൻ എന്ന് പറഞ്ഞ അടുത്ത് വീണ്ടും IPS ആവുന്നു. അങ്ങനെ ഒരു 4 സിനിമകളിൽ കണ്ടിന്യൂസ് IPS ക്യാരക്ടേഴ്സ് ചെയ്തു. അത് പുതിയ നിയമ വർക്കൗട്ട് ആയതുകൊണ്ടാണല്ലോ പിന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സ് കിട്ടുന്നത്. ഇതിനകത്ത് ഷീല ചേച്ചി വളരെ
രസമായിട്ടുള്ളൊരു ഹ്യൂമറായിട്ടുള്ളൊരു സാധനമാണ്. അത് കുറച്ചൊരു റിസ്ക് ആണ്. റിസ്ക് അല്ല, നമ്മൾ കണ്ടപ്പോൾ നമുക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യങ്സ്റ്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ അതെ എനിക്ക് തോന്നുന്നു എന്റെ ഇത് അഭിപ്രായം തന്നെയാണ്. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട്. 1-2 പ്രൊഡ്യൂസർ ആയതുകൊണ്ട് പറയണല്ലേ. അല്ല ഇങ്ങനെ ഇപ്പൊ നമുക്ക് തോപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതിനകത്ത് ഷിലു മാമിന്റെ 2-3 ഡയലോഗുകളുണ്ട്, അത് മിക്കവാറും വൈറലാവാൻ സാധ്യതയുണ്ട് സിനിമയ്ക്ക്. അത് സിനിമ ആണെന്നൊന്നും പിടിക്കും. സാധ്യതയുണ്ട്. ഇതിൽ ആ പേരിട്ട് എന്നെ വിളിക്കാതിരുന്ന അത് വിളിക്കത്തില്ല. ഈ അടുത്ത് ഞാൻ അലക്സ് പോൾ സാറിനെ കാണുമ്പോൾ അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം ആ പാട്ടിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അത് എം ജി ശ്രീകുമാർ കുറച്ച് ടൈം എടുത്തിട്ടാണ് പാടിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് നന്നായി വന്നു. അതും അടുത്ത സിനിമയിൽ രാജമാണിക്യത്തിലും അതേപോലെ ഒരു പാട്ട് റഹ്മാൻ സാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെ പാട്ടുകൾ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്? അതിന്റെ ഒരു മ്യൂസിക്കൽ സ്പേസിൽ മ്യൂസിക്കൽ സൈഡ് എന്റെ മെയിൻ അതോറിറ്റി ഒമർ ലുലു അല്ല. ഒമർ ലുലുവിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഈ വിഷനിൽ എല്ലാരെയും സാറ്റിസ്ഫൈ ചെയ്യണം. സോങ്ങുകളുടെ കാര്യത്തിൽ അദ്ദേഹം പുലിയാണല്ലോ. കാര്യത്തില് പുള്ളി അത് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോ ഒരു മാപ്പിള പാട്ടുണ്ട്, പിന്നെ ഒരു കാവടി സോങ്, പിന്നെ അങ്ങനെ നല്ല 4 നല്ല മെലഡി ഉണ്ട്, പിന്നെ ഒരു തട്ടുപൊളിപ്പം പാട്ടുണ്ട്. ടോട്ടലി ഒരു ആഘോഷമായിരിക്കും പ്രതീക്ഷിക്കാം. എല്ലാം കണ്ടുകൊണ്ടാണ് ഒരു ഓണത്തിന് വേണ്ടി ഇറക്കാം. പിന്നെ ഒമർക്കയുടെ അടാർ ലൗലെ പാട്ട് തന്നെ അറിയാലോ. അതെ അത്രയും പോപ്പുലറായി. അത് നമുക്ക് ആദ്യമായിരുന്നു. ഒരു മേക്കറുടെ കയ്യിൽ നിന്നാണ് ഇതിന്നും പാട്ടുകൾ ഉണ്ടാകുന്നത്. ഉത്സവത്തില് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവിടെ ഐസ്ക്രീം വിൽക്കുന്നവർ, പിന്നെ മറ്റേ ജയന്റ് വീൽ ഉണ്ടാവും, അതുണ്ടാവും, പലതും ഉണ്ടാവും. അതുപോലെ ഒന്ന് വിചാരിച്ചാൽ മതി. ഫെസ്റ്റിവലിന് വരുക കണ്ടിട്ട് ഈ ക്യാരക്ടേഴ്സ് എല്ലാം തമ്മിൽ ഒരു സ്നേഹമുണ്ട്. അതും ആ സിനിമയിൽ ആ സ്നേഹം അവർ തമ്മിൽ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ ആ ഒരു സ്നേഹം നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് അത് എത്തുന്നുണ്ട്. അത് ആൻ്റപ്പൻ്റെ വർത്തമാനത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവർ റിയാക്ട് ചെയ്യുന്നതിലായിക്കോട്ടെ, ഓട്ടോമാറ്റിക്കലി, അതായത് നമ്മൾ എത്തിക്കാൻ വേണ്ടി എത്തിക്കുന്നതല്ല, നമുക്കത് ഫീൽ ചെയ്യും ആ സിനിമ കാണുമ്പോൾ ഒരു സ്നേഹം. അത് അതെ അതെ എല്ലാം ഫീൽ ചെയ്യും, ഇമോഷൻസും ഒക്കെ ആ ക്യാരക്ടേഴ്സ് തമ്മിൽ നമ്മൾ അതാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമ ഇറങ്ങുമ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ എല്ലാ ക്യാരക്ടർക്കും ഒരു വ്യക്തിത്വമുണ്ട്. അതാണ് അത് മെയിൻ. കാരണം ചുമ്മാ വരുന്നതല്ല, ഓരോ ക്യാരക്ടർ എന്തിനു വരുന്നു ആ ക്യാരക്ടർ ഭയങ്കര ഒരു നല്ല ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇതിൽ വരുന്ന. ഈവൻ 2 സീനാണെങ്കിൽ ആ ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതും എല്ലാം ഒരു ആർട്ടിസ്റ്റാണ് ചെയ്തിരിക്കുന്നത്, ഓരോ ആർട്ടിസ്റ്റും. ഈ പണ്ട് അഭിനയിച്ചതിൽ കുറേ റൊമാൻസ് സീനുകളൊക്കെ ഉണ്ട്. അത് ഏതെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഒക്കോടാണ് അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്, പക്ഷെ എങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ, അയ്യേ ഇത് ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ? ചിന്തിക്കാറുണ്ട്, പക്ഷെ സോങ് ഒന്നല്ല. നമ്മൾ ഈ ഷൂട്ടിങ്ങിന്റെ സമയത്ത് തന്നെ ഞങ്ങൾ പരസ്പരം ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഓവറായോ കൂടിപ്പോയോ ഞാൻ സെന്തിനടുത്ത് ചോദിക്കും, ആൻസറിനടുത്ത് ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. കാരണം അത് ഹ്യൂമർ അല്ല, ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് ഓവറായിട്ട് അഭിനയിച്ചു പോകും. പിന്നെ അതും പാടില്ല, വളരെ കുറഞ്ഞും പാടില്ല. എന്നിട്ട് ചിലർ വന്ന് മീറ്റർ തെറ്റിച്ച് ഓവറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളോട് പറയും നമ്മൾ സേഫ് ആണ്. എന്തൊക്കെയാ കാണിക്കുന്നു നമ്മൾ അത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു മാറ്റവും കൂടെ അല്ലേ. അന്ന് കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആവണമായിരുന്നു, ഇന്ന് കുറച്ചുകൂടെ സെറ്റിലായിട്ട് മതി എന്നുള്ളൊരു മാറ്റവും കൂടെ ഇതിനകത്ത് വന്നിട്ടില്ലേ സിനിമയിൽ? അങ്ങനെ ഒരു സ്റ്റൈലും കൂടെ മാറിയിട്ടില്ലേ? പിന്നെ ഞാൻ പറഞ്ഞ ആ ട്രാൻസ്ഫോർമേഷൻ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. ഞാനത് കാണിച്ചില്ലെങ്കിലും ഇവർക്കത് അറിയില്ല, പക്ഷെ എനിക്ക് ആ മെന്റൽ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. റൂമിൽ നിന്ന് വരുമ്പോഴേ ഞാനത് മനസ്സിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു പൊട്ടൻ കളി മറ്റേ കണ്ണടിക്ക് നോക്കിയിട്ട് ഈ ആൻഡപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കാറ് കയറുന്ന ലൊക്കേഷൻ വരുന്നത്. ഓ അതടിപൊളി. അത് സീനിയർ ആക്ടർ അങ്ങനെ പറയുമ്പോൾ ഭയങ്കര പല കാര്യങ്ങളിലും മാതൃകയാണ്. കാരണം പഴയ കാര്യങ്ങൾ പഴയ ഡയറക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് പഠിച്ച കാര്യങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതാണോ കറക്റ്റ്? അതിപ്പോ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അല്ല അതായത് കറക്റ്റ് സമയം ഇപ്പൊ 8 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ 7 മണിക്കേ വന്ന് ലൊക്കേഷനിലുണ്ടാവും. അത് ഞാൻ പിന്നെ ടൈമിന്റെ ഒരാളാണ് എല്ലാ കാര്യത്തിലും. അതടിപൊളി.